തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ് ഹൈക്കോടതി. തിങ്കളാഴ്ച സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. സുഗാന്ത് ഒളിവിൽ പോയിട്ട് 2 മാസമായില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, വിവരങ്ങൾ. മരണത്തിൽ പ്രതിയായിട്ടുള്ള സുഹൃത്ത് സുഗാന്ത് സുരേഷിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. 2 മാസമായില്ലേ സുഗാന്ത് ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഈ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതുവരെ സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടയുകയും ചെയ്തിട്ടുണ്ട്. സുഗാന്ത് സുരേഷ് ഒളിവിലാണെന്ന പോലീസിന്റെ വിശദീകരണം അത് ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല. കാരണം ഈ ആധുനിക കാലത്ത് ഒരു മനുഷ്യന് ഇത്ര കാലം ഒളിവിൽ കഴിയാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് മറുപടിയായിട്ട് ഹൈക്കോടതി നൽകിയത്. മറ്റ് സ്ത്രീകളെ ലൈംഗികമായിട്ട് സുഗാന്ത് സുരേഷ് ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമായിരുന്നു ചുമത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് സുഗാന്ത് ഒളിവിൽ പോയത്. തിങ്കളാഴ്ച സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. നിലിമ. ശരി രേഷ്മ.